ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ ഈ ക്ലാസ് ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് എടുത്തതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് നമ്മളിത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ നോട്ടിൽ ഒന്ന് ബാക്കപ്പ് ചെയ്താൽ മാത്രമേ ഇന്നത്തെ ക്ലാസ്സും കൂടെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഔട്ട്ലൈൻ ഒന്നും കൂടെ പറഞ്ഞു തരികയാണ്. രണ്ട് പ്രോബ്ലംസ് ഒന്നും കൂടെ റിഫ്രഷ് ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന അർത്ഥത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ലൈൻസിൻ്റെ ഏറ്റവും ലാസ്റ്റ് സെക്ഷനാണ് ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി എന്ന് പറയപ്പെട്ടിട്ടുള്ളത്. ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. അപ്പോൾ അതെങ്ങനെയായിരിക്കും? ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി വി പി എന്ന് പറയുമ്പോൾ എച്ച് പിക്കും വി പിക്കും എന്താണ്? ഇൻക്ലൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്ലെയിനിന് പോലും ഈ ലൈന് എന്തല്ല? പാരലൽ അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ട്രൂ ലെങ്ത് ഇതിൻ്റെ ഇമേജിൽ ഒരിക്കലും കിട്ടില്ല. നിങ്ങൾ നോക്കിയേ, ഇപ്പം എനിക്ക് ഇതിൽ ഫ്രണ്ട് വ്യൂ ഇതിലൂടെ നോക്കുമ്പോൾ ഈ ഫസ്റ്റ് ക്വാർട്ടറിന് റൈറ്റ് സൈഡിൽ നിന്ന് ഒബ്സർവർ നോക്കുമ്പോൾ കിട്ടുന്നതാണ് ഫ്രണ്ട് വ്യൂ. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്നതാണ് ടോപ്പ് വ്യൂ. ഹോപ്പ് യു ക്യാൻ സീ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ഞാൻ എടുത്തു കഴിയുമ്പോൾ ഫ്രണ്ട് വ്യൂ എടുക്കുന്ന നേരത്തെ നേരെ പ്രൊജക്ഷൻ എനിക്ക് ഈ വി പിയിൽ ഫ്രണ്ട് വ്യൂ കിട്ടും. ഇത് വി പിക്ക് പാരലൽ അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന്റെ ട്രൂ ലെങ്ത് അല്ല, ഇതിന്റെ കറക്റ്റ് കംപ്ലീറ്റ് ലെങ്ത് എന്ത് ചെയ്യില്ല, എനിക്ക് ഇവിടെ കാണില്ല. കാരണം ഇത് ചെരിഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ റെഡ്യൂസ്ഡ് ലെങ്ത് ആയിരിക്കും ഇവിടെ വരിക. അതേപോലെ തന്നെ ആയിരിക്കും എനിക്ക് ടോപ്പ് വ്യൂവിലും വരിക. ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോഴും ഇത് എച്ച് പിക്ക് പാരലൽ അല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ കംപ്ലീറ്റ് ലെങ്ത് എനിക്ക് ഇവിടെ ടോപ്പ് വ്യൂവിൽ കാണില്ല, റെഡ്യൂസ്ഡ് ലെങ്ത് ആയിരിക്കും. ഫ്രണ്ട് വ്യൂ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ആൽഫ എന്നും ടോപ്പ് വ്യൂ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ബീറ്റ എന്നുമാണ്. ഇത് അങ്ങനെയാണ് എനിക്ക് പ്രൊജക്ഷൻ കിട്ടുക. അപ്പം നമ്മൾ ഈ ഒറിജിനൽ ലൈൻ ഉണ്ടല്ലോ, എ ബി എന്ന് പറഞ്ഞ ലൈനിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? ദി ആൻസർ ഇങ്ങനെ കിട്ടും, ഇവിടെ കാണുന്ന പോലെ. ക്ലിയർ? എ ഡാഷ് ആൻഡ് എ വിൽ ബി ഓൺ എ സെയിം സ്ട്രേറ്റ് ലൈൻ, ബി ഡാഷ് ആൻഡ് ബി വിൽ ബി ഓൺ എ സെയിം സ്ട്രേറ്റ് ലൈൻ. ഇനി നമുക്ക് പതിവ് പോലെ എന്താ നമ്മൾ ചെയ്യുക? 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഓഫ് എച്ച് പി അല്ലേ? 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഓഫ് എച്ച് പി ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരിക. ഫ്രണ്ട് വ്യൂ മുകളിലായിരിക്കും, ടോപ്പ് വ്യൂ താഴെയായിരിക്കും. ഫ്രണ്ട് വ്യൂ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ആൽഫയും ടോപ്പ് വ്യൂ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ബീറ്റയും. രണ്ട് ലെങ്ത്തും എന്താണ്? ഷോർട്ടർ ലെങ്ത് ആണ്. രണ്ടിൻ്റെയും ലെങ്ത് ഒരേ അളവ് ആവണം എന്ന് നിർബന്ധമില്ല. എ ഡാഷ് ബി ഡാഷിന്റെ ലെങ്ത് ആവണമെന്നില്ല എ ബി എന്ന് പറയുന്നതിന്റെ ലെങ്ത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. നിങ്ങൾക്കൊരു റിവിഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഒന്നും കൂടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ നമ്മളിത് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, നമുക്കിത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിന്റെ ട്രൂ ലെങ്ത് ഇല്ല, രണ്ട് ലെങ്ത്തും ഷോർട്ട് എൻഡ് ലെങ്ത് ആണ്, അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ലെങ്ത് ആണ്. അപ്പൊ ട്രൂ ലെങ്ത് കിട്ടുന്ന കേസിലേക്ക് ഞാൻ ഇതിനെ ആലോചിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്തിരുന്നത്? പ്രോബ്ലം ചെയ്തപ്പോൾ വി വിൽ അസ്യൂം ദാറ്റ് ദ ലൈൻ ഈസ് ഇൻക്ലൈൻഡ് ഓൺലി ടു വൺ പ്ലെയിൻ ആൻഡ് പാരലൽ ടു ദി അതർ. ആ കോലത്തിലായിരുന്നു നമ്മൾ പ്രോബ്ലം ചെയ്തത് അല്ലേ? അപ്പൊ നമുക്ക് ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടെക്നിക്കുകൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഐഡിയാസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇപ്പൊ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി വി പി ആണെങ്കിൽ അതിന്റെ ഫൈനൽ ആൻസർ വരുന്ന കോലമാണ് ഈ കാണിച്ചിട്ടുള്ളത്. എ ഡാഷ് ബി ഡാഷ് അറ്റ് എൻ ആംഗിൾ ഓഫ് ആൽഫ, എ ബി അറ്റ് എൻ ആംഗിൾ ഓഫ് ബീറ്റ, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ അല്ലേ? അപ്പൊ ഇതിൽ ഇനി എനിക്ക് ട്രൂ ലെങ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താ അതിൽ ചെയ്യുക? ഇതിൽ ട്രൂ, ഈ എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത് അല്ല, എ ബിയും ട്രൂ ലെങ്ത് അല്ല. പക്ഷെ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ട്രൂ ലെങ്ത് വരക്കണം. ഞാൻ എന്താ ചെയ്യുക? സേ ഫോർ എക്സാമ്പിൾ, എനിക്ക് മുകളിൽ ട്രൂ ലെങ്ത് കിട്ടണമായിരുന്നെങ്കിൽ താഴെയുള്ള അതിന്റെ ആൻസർ എന്തായിരിക്കും? ലൈൻ എച്ച് പിക്ക് പാരലൽ ആയിരിക്കില്ലേ? നമ്മൾ ലൈൻ ഇൻക്ലൈൻഡ് ഓൺലി ടു എച്ച് പി ചെയ്തപ്പോൾ നമ്മൾ കണ്ടിരുന്നു, മുകളിൽ ട്രൂ ലെങ്ത് കിട്ടുമ്പോൾ താഴത്തെ ലൈന് പാരലൽ ടു എക്സ് വൈ ലൈൻ ആയിരുന്നു. പക്ഷെ ഇവിടെ എച്ച് പിക്കും വി പിക്കും ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് ഈ രണ്ട് ലൈൻസ് എന്തല്ല? എക്സ് വൈ ലൈനിന് പാരലൽ അല്ല. അപ്പൊ മുകളിൽ ട്രൂ ലെങ്ത് കിട്ടണമെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള താഴത്തെ ആൻസർ എക്സ് വൈ ലൈനിന് പാരലൽ ആക്കിയിട്ട് വരണം. നോക്കി, ഇപ്പൊ ഇവിടെ എ ബി ലൈൻ ഉണ്ടല്ലോ, ഞാൻ സെക്കൻഡ് ഫിഗറിൽ നോക്കുക. എ ബി എന്ന ലൈനിനെ ഞാൻ അതേ അളവ് എടുത്തിട്ട് ഞാൻ പാരലൽ ആക്കിയിട്ട് വരയ്ക്കുകയാണ് ടു എക്സ് വൈ ലൈൻ. അപ്പൊ നേരത്തെ ഇതേ അളവ് തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ സെയിം കളർ ആക്കിയിട്ട് കാണിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഈ ലൈനിനെ ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ് വൈ ലൈനിന് പാരലൽ ആക്കി കീപ്പ് ചെയ്യുന്നു. സോ ദിസ് ഈസ് മൈ ന്യൂ പോയിന്റ് ബി. ഇതേ അളവ് എടുത്തിട്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്ത് ആർക്ക് എടുത്തിട്ട് വരയ്ക്കുകയാണ് ചെയ്തത്. ദിസ് ഇസ് മൈ പോയിന്റ് B1. ഓക്കെ, അപ്പൊ ഈ B1 കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രണ്ട് വ്യൂവിൽ കിട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടാവും ത്രൂ ദി ലോക്കസ് ഓഫ് ബി. ആ പോയിന്റ് ആയിരിക്കും എന്റെ ട്രൂ ലെങ്ത് ലൈനിന്റെ പോയിന്റ് B1 ഡാഷ്.
ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇപ്പൊ ഈ സെക്കൻഡ് സെറ്റ് ഫിഗറിൽ ഈ റെഡ് കളറായിട്ട് കാണിച്ചിട്ടുള്ളത് ഈ മുകളിലത്തത് ട്രൂ ലെങ്ത്തും അതിന്റെ കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂ ആണ്. ക്ലിയർ? അപ്പൊ നമുക്ക് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ അറിയാമെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് ട്രൂ ലെങ്ത് എടുക്കുക എന്ന് ചോദിച്ചാൽ ഇതാണ് അതിന്റെ പ്രൊസീജിയർ. എങ്ങനെയാണ്? ടോപ്പ് വ്യൂവിനെ എക്സ് വൈ ലൈനിലേക്ക് പാരലൽ ആക്കിയിട്ട് നമ്മൾ മാറ്റുക. എന്നിട്ട് ആ പാരലൽ നമ്മൾ മൂവ് ചെയ്ത പോയിന്റ് ബി ആണല്ലോ ഈ കേസിൽ, അതിന്റെ കറസ്പോണ്ടിങ് നേരെ ലൈൻ എടുത്തിട്ട് എവിടെയാണോ മുകളിൽ ബിയുടെ ലോക്കസ് വരുന്നത് അവിടേക്ക് ജോയിൻ ചെയ്താൽ എന്തായി? എനിക്ക് ട്രൂ ലെങ്ത് കിട്ടി. നിങ്ങൾ ഈ റെഡ് കളർ ആയിട്ടുള്ള ലൈൻസിന്റെ ആൻസർ നോക്കിയേ. ഈ ആൻസർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈൻ ഇൻക്ലൈൻഡ് ഒൺലി ടു എച്ച് പി. എച്ച് പിക്ക് മാത്രമേ ഇൻക്ലൈൻഡ് ഉള്ളൂ എങ്കിൽ മുകളിൽ ഇവിടെ ചെരിഞ്ഞ ആൻസറും കിട്ടും, ട്രൂ ലെങ്ത് കിട്ടും. താഴെയുള്ള ലൈന് എക്സ് വൈ ലൈന് പാരലൽ ആയിട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെയല്ലേ കിട്ടിയത്? നോക്കിയേ. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ് മെയ്ഡ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, താഴെയാണ് ട്രൂ ലെങ്ത് വരേണ്ടത്, അതായത് ഈ എ ബി വരുന്ന ഈ ടോപ്പ് വ്യൂലാണ്, ഇവിടെയാണ് ട്രൂ ലെങ്ത് കാണിക്കേണ്ടത്, ഇവിടെയല്ല എങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതേ പരിപാടി തിരിച്ചു ചെയ്താൽ മതി. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ട്രൂ ലെങ്ത് കിട്ടണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയ കറസ്പോണ്ടിങ് വ്യൂ എക്സ് വൈക്ക് പാരലൽ ആവണം. അപ്പൊ എ ഡാഷ് ബി ഡാഷിനെ എക്സ് വൈക്ക് പാരലൽ ആക്കുക. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ബി ഡാഷ് പോയിന്റ് കിട്ടും. അവിടുന്ന് നേരെ പെർപെൻഡിക്കുലർ ലൈൻ വെച്ചാൽ ഇവിടെ ബി ടു ഡാഷ് കിട്ടും. അപ്പൊ എയും ബി ടു ഡാഷും ഇങ്ങനെ ജോയിൻ ചെയ്താൽ എനിക്ക് ഇവിടെ താഴെ ട്രൂ ലെങ്ത് കിട്ടും. ക്ലിയർ ആണല്ലോ? സോ ദാറ്റ് ഈസ് എ പ്രൊസീജിയർ ഹൗ ഇറ്റ് ഈസ് ഡൺ. സോ ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്നും നമ്മൾ എന്താ ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. ഞാൻ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് ആകുമ്പോഴേക്കും, ഐ മീൻ മൊഡ്യൂൾ 1 കഴിയുന്നതോടുകൂടി ഞാൻ നിങ്ങൾക്ക് ഈ സ്ലൈഡ് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഇനി നമുക്ക് ട്രൂ ലെങ്ത് അറിയാം. ട്രൂ ലെങ്ത് അറിയാമെങ്കിൽ എങ്ങനെയാണ് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യുക എന്നാണ് ലാസ്റ്റ്. അത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്തതാണ്. നോക്കൂ, നമുക്ക് മുകളിലത്തെ ട്രൂ ലെങ്ത് അറിയാം. ഇറ്റ് ഈസ് ആൻ ആംഗിൾ അറ്റ് തീറ്റ. എച്ച് പിക്ക് മാത്രം ഇൻക്ലൈൻഡ് ആകുമ്പോഴാണ് മുകളിൽ ട്രൂ ലെങ്ത് വരിക. കണ്ടോ? ഇനി അതല്ല, താഴെയാണ് ട്രൂ ലെങ്ത് എങ്കിൽ താഴെ എപ്പോഴാണ് ട്രൂ ലെങ്ത് വരിക? വി പിക്ക് മാത്രമാണ് ഇൻക്ലൈൻഡ് എങ്കിൽ അറ്റ് ആൻ ആംഗിൾ ഓഫ് 5, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എനിക്ക് താഴെ ട്രൂ ലെങ്ത് കിട്ടുക. അപ്പൊ എനിക്ക് എൻ്റെ അടുത്ത് ട്രൂ ലെങ്ത് ഉണ്ടെങ്കിൽ, രണ്ട് ട്രൂ ലെങ്ത് ഞാൻ മുകളിലും താഴെ ട്രൂ ലെങ്ത് വരച്ചിട്ടുണ്ട് അറ്റ് ആൻ ആംഗിൾ ഓഫ് തീറ്റ ആൻഡ് 5, അതായത് എച്ച് പി ആയിട്ടും വി പി ആയിട്ടുള്ള ശരിക്കുള്ള ആംഗിളും എനിക്ക് അറിയാമെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും കാണുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇതേ പ്രോബ്ലം നമ്പർ 2 ആയിട്ട് നമ്മൾ ക്ലാസ് നോട്ടിൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് റെഫർ ചെയ്യാം ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ താഴെയാണ് ട്രൂ ലെങ്ത് ഉള്ളത്. അപ്പൊ ഇതിനെ ഫോക്കസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ് വരിക, അല്ലെ? വി പിക്ക് മാത്രം ഇൻക്ലൈൻഡ് ആണെങ്കിൽ ട്രൂ ലെങ്ത് ഇവിടെയും, അതിന്റെ ഫ്രണ്ട് വ്യൂ ഈ കാണുന്ന ലെങ്ത് ആയിരിക്കും. അപ്പൊ ഇതായിരിക്കും അതിന്റെ ഫ്രണ്ട് വ്യൂ ലെങ്ത്. ഇനി ഈ ലെങ്ത്തിൽ ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല, പക്ഷെ ഈ പോയിന്റ് പൊസിഷൻ മാറും. പൊസിഷൻ എവിടെയാ വരിക? ബിയുടെ ലോക്കസ് ഇതാ ഇവിടെയാണ്. അപ്പൊ അങ്ങോട്ടേക്കാണ് പൊസിഷൻ മാറുക. സോ അങ്ങനെ ഞാൻ അതേ ഡിസ്റ്റൻസ് എ ഡാഷ് ബി ടു ഡാഷ് ഡിസ്റ്റൻസ് എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ആർക്ക് വരക്കുമ്പോൾ എനിക്ക് അവിടെ ഒരു പോയിന്റ് കിട്ടും ബി ഡാഷ്. സോ ദാറ്റ് ഈസ് മൈ ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ്. ക്ലിയർ? അപ്പൊ ഇനി എ ബി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നേരെ ബി ഡാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരെ താഴേക്ക് കൊണ്ടുവന്നാൽ എന്ത് കിട്ടും? എനിക്ക് ഇവിടെ ബി കിട്ടും. അപ്പൊ എ ബി എന്ന് പറയുന്നത് ടോപ്പ് വ്യൂ ആണ്. ഇനി അതല്ല, നേരത്തെ ഇവിടെ നമ്മൾ ചെയ്ത അതേപോലെ ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ട്രൂ ലെങ്ത്. ഏത്? എ ഡാഷ് ബി വൺ ഡാഷ് ആണ് മുകളിലത്തെ ട്രൂ ലെങ്ത്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എ ബി വൺ എന്ന് പറയുന്ന ഈ പോയിന്റ് ആണ്. അപ്പൊ നമുക്കറിയാം ബിയുടെ ലെങ്ത് ഇതാണ്. ലെങ്ത് ഇനി മാറില്ല, പക്ഷെ ബിയുടെ പൊസിഷൻ ഇവിടേക്കാണ് വരേണ്ടത്. അപ്പൊ ഞാൻ ആർക്ക് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ബി വൺ ഇങ്ങോട്ട് കിട്ടുമ്പോൾ ബി കിട്ടും. സോ ദിസ് ഈസ് മൈ ടോപ്പ് വ്യൂ. അപ്പൊ ഇങ്ങനെ എടുത്ത് മെത്തേഡ് വരച്ചാലും, അതല്ല ഇവിടുന്ന് ആദ്യം ബി ഡാഷ് കിട്ടിയിട്ട് സ്ട്രെയിറ്റ് എടുത്ത് വരച്ചാലും, രണ്ട് രീതിയിൽ വരച്ചാലും എന്തായിരിക്കും? രണ്ടും ഒരേ പോയിന്റ് തന്നെയാണ് എനിക്ക് ആൻസർ കിട്ടുക. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിൽ കണ്ടു, ട്രൂ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരക്കുക എന്നുള്ളത് നമ്മൾ കണ്ടു. അതേപോലെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രൂ ലെങ്ത് കിട്ടുക എന്നുള്ളതും നമ്മൾ ഇവിടെ കണ്ടു. അപ്പോൾ ഇതിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്. നിങ്ങളത് മനസ്സിലാക്കുക. ഈ ഫിഗർ കറക്റ്റാക്കി മനസ്സിലാക്കി കഴിഞ്ഞ ഒരാൾക്ക് പിന്നെ എന്ത് ചെയ്യാം? എല്ലാം എളുപ്പമാണ്. എ ബി എന്ന് പറയുന്ന ലൈനിൽ എ ഡാഷും എയും നമ്മൾ ഓൾറെഡി ആദ്യമേ ഒരു പോയിന്റ് ഫിക്സ് ചെയ്യും. അപ്പൊ ലൈന് എ ബി ആണ്. എ ബി എച്ച് പി ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. ആ തീറ്റയിൽ വരക്കുന്ന ലൈന് എ ഡാഷ് ബി വൺ ഡാഷ് എന്ന് പറഞ്ഞ ഈ ബ്ലാക്ക് ലൈൻ അതെന്തായിരിക്കും? ട്രൂ ലെങ്ത് ലൈൻ ആയിരിക്കും. ലൈൻ എ ബി വി പി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ ആണ് ഫൈ. ഓക്കെ. അത് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ കാണിക്കുകയാണെങ്കിൽ അത് ട്രൂ ലെങ്ത് ലൈൻ ആയിരിക്കും. എ ബി ടു എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ലൈനാണ്. ഇവിടുത്തെ ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷും
എ ബിയും ആണ്. അപ്പൊ എ ഡാഷ് ബി ഡാഷ് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആൽഫ, എ ബി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ബീറ്റ. ക്ലിയർ ആണല്ലോ. ഇനി ഇതിൽ നിങ്ങൾ പലപ്പോഴും തെറ്റുവരുത്തുന്ന ഒരു കാര്യമാണ്, മുകളിലത്തെ ട്രൂ ലെങ്ത് ആയ ബി വൺ ഡാഷും താഴെയുള്ള ട്രൂ ലെങ്ത് ആയ ബി ടുവും, ട്രൂ ലെങ്ത്തിന്റെ എൻഡ് പോയിന്റ് ആയ ബി, ഇത് രണ്ടും ഒരേ ലൈനിൽ ആവണമെന്നില്ല. അത് രണ്ടും ഒരേ ലൈനിൽ ആവില്ല. അത് രണ്ടും ഒരേ ലൈനിലാവണമെങ്കിൽ തീറ്റയും ഫൈയും ഒരേ ആംഗിൾ ആയിരിക്കണം. ഈ എക്സ് വൈയിൽ നിന്ന് എ ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസും എക്സ് വൈയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ രണ്ട് ട്രൂ ലെങ്ത്സും ഒരേ ലൈനിൽ വരുള്ളൂ. അപ്പൊ പലപ്പോഴും എക്സാമിന് പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്, മുകളിൽ എവിടെയെങ്കിലും ട്രൂ ലെങ്ത് കിട്ടിയാൽ ഇനി താഴെ ട്രൂ ലെങ്ത് കിട്ടാൻ എന്ത് ചെയ്യും, ട്രൂ ലെങ്ത് നേരെ താഴെ കൊണ്ടുവന്ന് ഇവിടെ എവിടെയെങ്കിലും ടച്ച് ചെയ്യിപ്പിക്കും. അതെന്തല്ല, അത് താഴത്തെ ട്രൂ ലെങ്ത് അല്ല. മുകളിലത്തെ ട്രൂ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഇവിടെ ഉള്ള പാരലൽ ലൈൻ ആണ്. അതാണ് ഒരു സെറ്റ് ആൻസർ. അപ്പൊ ഇവിടുത്തത് ഇങ്ങനെ നേരെ കൊണ്ടുവന്ന അതും ഇതും തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല. അതേപോലെ ഇവിടുത്തെ ട്രൂ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് ആൻസർ. ഇവിടുന്ന് നീട്ടിക്കൊണ്ടുപോയിട്ടുള്ള ഒരു പരിപാടി എന്തില്ല, ആൻസേഴ്സ് ഇല്ല. അപ്പൊ എന്താണ് ഈ തീറ്റ, എന്താണ് ആൽഫ, എന്താണ് ഫൈ, എന്താണ് ബീറ്റ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ല ഐഡിയ വേണം. എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ ബോക്സിൽ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നൽകിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഫിഗറിൽ കാണുമ്പോൾ ഈ എൽ ടി വി എൽ എഫ് വി തെറ്റിദ്ധരിക്കരുത്. എൽ ടി വി എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ടോപ്പ് വ്യൂ, എൽ എഫ് വി എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ഫ്രണ്ട് വ്യൂ. സാധാരണ ഞാൻ ചെയ്യാറുള്ളത് അതെ ഇതേപോലെ തന്നെ, ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ എങ്കിൽ, ഫ്രണ്ട് വ്യൂ ഓഫ് ട്രൂ ലെങ്ത് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഡിസ്റ്റൻസ് ആണ് ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത്. ആ ലെങ്ത് ഒരിക്കലും മാറില്ല, പിന്നെ അതിന്റെ പൊസിഷൻ ആണ് മാറുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ട്രൂ ലെങ്ത് എങ്കിൽ ഇത്രയും ലെങ്ത് ആണ് അതിന്റെ ടോപ്പ് വ്യൂയുടെ ലെങ്ത്. ടോപ്പ് വ്യൂയുടെ ലെങ്ത് ഒരിക്കലും മാറില്ല, പൊസിഷൻ ആയിരിക്കും മാറുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ വി വിൽ സി ഫ്യൂ ക്വസ്റ്റ്യൻ. നമ്മൾ ക്ലാസ്സിൽ ചെയ്ത സെയിം രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നോട്ട് ബുക്കിൽ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. So here is the question. See, line AB is 75 mm long. Line AB is 75 mm long and it is 30 degrees and 40 degrees inclined to HP and VP respectively. End A is 12 mm above HP and 10 mm in front of VP. Draw projections. ലൈൻ ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പൊ ഇതിൽ ചെയ്യേണ്ടത് ആദ്യം നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ താഴേക്ക് ഇങ്ങനെ എഴുതിയെടുക്കുക. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് ലൈൻ എച്ച് പിക്കും വി പിക്കും ഇൻക്ലൈൻഡിന്റെ സെക്ഷൻ ആണോ എന്ന് ഉറപ്പിക്കാൻ അതിൽ ഏതെങ്കിലും സെന്റൻസ് വേണം. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 30 ഡിഗ്രീസ് ടു എച്ച് പിയും 40 ഡിഗ്രീസ് ടു വി പി ആണ് ഇൻക്ലൈൻഡ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് കേസ് മനസ്സിലാവും. പിന്നെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ റെഡി ആണോ എന്ന് അറിയാൻ ഞാൻ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി വി പിയുടെ ക്വസ്റ്റ്യന് ശരിയാണോ എന്ന് അറിയാൻ അതിൽ 5 ഡിഫറെന്റ് വാല്യൂസ് തന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇവിടെ ഇപ്പൊ ഇതേ ലൈനിന്റെ ലെങ്ത് 75 mm ആണ് തന്നിട്ടുണ്ട്. 30 ഡിഗ്രീസ് 40 ഡിഗ്രീസ് പറഞ്ഞ വേറെ 2 വാല്യൂസ് തന്നിട്ടുണ്ട്. എൻഡ് എ, ലൈൻ എ ബിയിലെ എയുടെ പോയിന്റ് 12 mm എബവ് എച്ച് പിയും 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാണ്. അപ്പൊ മൊത്തം 5 വാല്യൂസ് ആയി അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ആൻസർ കാണാം. അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യാന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ ഡയഗ്രമാറ്റിക് ആയിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. സി, ഫസ്റ്റ് ഞാൻ എക്സ് വൈ ലൈൻ വരച്ചതിന് ശേഷം നമുക്കിതിൽ ഏറ്റവും എളുപ്പം വരക്കാൻ പറ്റുന്ന കാര്യം എന്താ, എൻഡ് എ ഈസ് 12 mm എബവ് എച്ച് പി ആൻഡ് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. പോയിന്റ് എനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് 12 mm എബവ് എച്ച് പി ആണ്. എക്സ് വൈ ലൈനിൽ നിന്ന് 12 mm എബവ് എച്ച് പി ഞാൻ എന്ത് ചെയ്തു, എ ഡാഷ് എടുത്തു. കാരണം എബവ് എച്ച് പി ഫ്രണ്ട് വ്യൂ. ഇൻ ഫ്രണ്ട് ഓഫ് വി പി പറഞ്ഞാൽ അതിന്റെ താഴെ ടോപ്പ് വ്യൂ ആണ് വരിക. എയുടെ ടോപ്പ് വ്യൂ 10 mm ആണ്. ഇത് 12 mm, ഇത് 10 mm. എനിക്ക് എ കിട്ടി. അപ്പൊ ഈ ഒരു സെന്റൻസിന്റെ ആവശ്യം കഴിഞ്ഞു. ഇനി എന്താ എന്നോട് പറഞ്ഞിട്ടുള്ളത്, ലൈൻ എ ബിയുടെ ലെങ്ത് 75 mm ആണ്. അത് എച്ച് പിക്ക് 30 ഡിഗ്രിയാണ്, വി പിക്ക് 40 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ എന്ത് അസ്യൂം ചെയ്യണം, ലൈൻ ഈസ് ഇൻക്ലൈൻഡ് ഒൺലി ടു വൺ പ്ലെയിൻ ആൻഡ് പാരലൽ ടു ദി അതർ. അപ്പൊ എച്ച് പിക്ക് മാത്രമാണ് 30 ഡിഗ്രി എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. വി പിയുടെ ഡിഗ്രി ഞാനിപ്പോ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, 30 ഡിഗ്രീസിൽ എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആണ്. അപ്പൊ ഇങ്ങനെ 30 ഡിഗ്രിയുടെ ഒറിജിനൽ ആംഗിൾ എനിക്ക് ഇവിടെ കാണാൻ പറ്റുമെങ്കിൽ ഇവിടെ ഉള്ള ലെങ്ത് എന്തായിരിക്കും, ട്രൂ ലെങ്ത് ആയ 75 തന്നെയായിരിക്കും. അപ്പൊ 30 ഡിഗ്രി, തീറ്റ 30 ഡിഗ്രിയാണ്. അതിൽ ഞാൻ ട്രൂ ലെങ്ത് B1 ഡാഷ് വരച്ചു. ഇതേപോലെ മറ്റേ കേസും കൂടെ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുക. ലൈന് 40 ഡിഗ്രി ആണ് വി പിക്ക് ഇൻക്ലൈൻഡ്. അപ്പൊ താഴെ ഉള്ളത് ഞാൻ ട്രൂ ലെങ്ത് ആണ്, വി പിക്ക് മാത്രമാണ് ഇൻക്ലൈൻഡ് എന്ന കൺസെപ്റ്റിൽ ഞാൻ 40 ഡിഗ്രിയിൽ ട്രൂ ലെങ്ത് വരക്കുന്നു.
അപ്പൊ ഇതോടുകൂടി എനിക്ക് മുകളിലത്തെ ബിയുടെ ലോക്കസും കിട്ടി, അതേപോലെ താഴെയുള്ള ബിയുടെ ലോക്കസും കിട്ടി. ഇനി ബിയുടെ പൊസിഷൻ ഇവിടെ എവിടെയോ ആണ് വരേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇതാണ് മുകളിലത്തെ ട്രൂ ലെങ്ത് എങ്കിൽ താഴെയുള്ള അതിന്റെ കറസ്പോണ്ടിങ് ലെങ്ത് ആയിരിക്കും അതിന്റെ ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് അല്ലെ. ഈ ബി വൺ ഡാഷിന്റെ നേരെ താഴെയുള്ള ലൈന് A B1 എന്ന് പറയുന്നത് XY പാരലൽ ആയിരിക്കും. ആ ലെങ്ത് ആയിരിക്കും ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആർക്ക് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ എനിക്കിവിടെ AB കിട്ടും. AB കിട്ടിക്കഴിഞ്ഞാൽ ബിയിൽ നിന്ന് നേരെ കൊണ്ടുവന്നാൽ ഐ വിൽ ഗെറ്റ് A', B'. ഓക്കെ, ലെറ്റ് us see. ഓക്കെ, ഇവിടെ ഞാൻ മുകളിലത്തെ ട്രൂ ലെങ്ത് അല്ല താഴത്തെ ട്രൂ ലെങ്ത് എന്നാണ് എടുത്തത്. താഴെ ട്രൂ ലെങ്ത് AB1 ആണ് അല്ലെ, ടോപ്പ് വ്യൂ. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ A', B1' അല്ലെങ്കിൽ B2' എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ് വരേണ്ടത് അല്ലെ. അപ്പൊ ഇതാണ് ടോപ്പ് വ്യൂയുടെ ലെങ്ത്. ഓക്കെ, ഇതാണ് ടോപ്പ് വ്യൂയുടെ ലെങ്ത്. സോറി, ലെങ്ത് ഓഫ് ഫ്രണ്ട് വ്യൂ എന്നല്ല, ലെങ്ത് ഓഫ് ടോപ്പ് വ്യൂ ആണ്, തെറ്റിദ്ധരിക്കരുത്. ഇതാണ് ടോപ്പ് വ്യൂ. ആ ടോപ്പ് വ്യൂയുടെ ഇതാണ് ട്രൂ ലെങ്ത്. ആ ട്രൂ ലെങ്ത്തിന്റെ ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് വരിക ഇത്രയാണ്. ലെങ്ത് ഓഫ് ഫ്രണ്ട് വ്യൂ ഇവിടെയായിരുന്നു എഴുതേണ്ടിയിരുന്നത്. അപ്പൊ ഇതാണ് ലെങ്ത് ഓഫ് ഫ്രണ്ട് വ്യൂ. ഇതേ ലെങ്ത് തന്നെയാണ് ഇത്. അപ്പൊ താഴെ നോട്ട് ചെയ്തെന്ന് ചോദിച്ച് തെറ്റെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പിന്നെ ക്ലാസ്സിൽ ചെയ്ത് പഠിച്ചത് ഇതായിരുന്നു. അപ്പൊ ഇതാണ് ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് എന്ന് മനസ്സിലായി. പക്ഷെ നമുക്കറിയാം ബി പറഞ്ഞ പോയിന്റ് ഇവിടെ അല്ല നിൽക്കേണ്ടത്, എവിടെയാണ് വരേണ്ടത്, ബിയുടെ ലോക്കസ് ഇവിടെയാണ്. അപ്പോൾ ഇതേ ലെങ്ത് എടുത്തിട്ട് ഞാൻ ആർക്ക് എടുത്തിട്ട് വരക്കുക, എനിക്ക് എന്തായി, B' കിട്ടി. അപ്പൊ A', B' എന്തായിരിക്കും, എനിക്ക് ഫ്രണ്ട് വ്യൂ ആയിട്ട് എനിക്ക് കിട്ടി. ഇനി ടോപ്പ് വ്യൂ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, B' നിന്ന് നേരെ താഴെ കൊണ്ടുവന്നാൽ എനിക്ക് AB എന്ന് പറഞ്ഞിട്ട് എനിക്ക് ടോപ്പ് വ്യൂ കിട്ടും. അതല്ല എങ്കിൽ എന്ത് ചെയ്യാം, ഇതിന്റെ ഈ A', B' കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂയുടെ ലെങ്ത് എനിക്ക് ഇവിടെ എവിടെയെങ്കിലും A to B കുറച്ച് ഇപ്പുറത്തായിട്ട് എനിക്ക് കിട്ടും. അതിൽ നിന്ന് ആർക്ക് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ കിട്ടിയ അതേ പോയിന്റ് തന്നെ കിട്ടും. ഏതെങ്കിലും ഒരു മെത്തേഡ് അപ്ലൈ ചെയ്താൽ മതി. ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് നേരെ കൊണ്ടുവരലാണ്. അപ്പൊ ഞാൻ AB ലൈനും കാണിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചിട്ടുള്ള ഡ്രോ ദി പ്രൊജക്ഷൻസ് എന്ന് മാത്രമാണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂയും വരക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ അതിന്റെ ആൻസറും വരച്ചിട്ടുണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അവർ ചോദിക്കും ആൽഫ ആംഗിൾ എന്താ, ബീറ്റ ആംഗിൾ, അഥവാ ലൈന് XY ലൈൻ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താന്ന് ചോദിച്ചാൽ ആൽഫ ആംഗിളും ബീറ്റ ആംഗിളും ആണ് കാണേണ്ടത്. ഇവിടെ ഓൾറെഡി തീറ്റയും ഫൈയും തന്ന സ്ഥിതിക്ക് പിന്നെ അത് ചോദിക്കേണ്ട അർത്ഥമില്ല. പിന്നെ ആ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏത് ആംഗിളാ ചോദിച്ചത് മനസ്സിലായിട്ടില്ല എങ്കിൽ എല്ലാ 4 ആംഗിൾസും എന്ത് ചെയ്യാം, ആൻസറിൽ കാണിക്കുക. ഇതിൽ ഇനി ഡയമെൻഷനിങ് ചെയ്യണം. താഴെ ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ MM, സ്കെയിൽ ഈസ് 1:1 എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇത് അതിൽ വേണം. സിമിലർ പ്രോബ്ലം ആണ് ക്വസ്റ്റ്യൻ നമ്പർ 2 ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഈ പ്രോബ്ലം ക്ലിയർ ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് സെന്റൻസ് കേട്ടിട്ട് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോ കാണുക. ഞാൻ കുറേ സമയം ഇതിന് മെനക്കെടാത്തത് ഇത് റെക്കോർഡഡ് വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ പതുക്കെ പതുക്കെ കേൾക്കാലോ എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, സോ വി വിൽ ഗോ ഓൺ ടു ദി നെക്സ്റ്റ് പ്രോബ്ലം. പ്രോബ്ലം നമ്പർ 2. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 2. നോക്കൂ, ലൈൻ AB, ലൈനിന്റെ പേര് അതോടുകൂടി ഫിക്സഡ് ആയി, AB 75 mm long, makes 45 degree inclination with VP and its front view makes 55 degree. ഈ സെന്റൻസ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണേ. AB എന്ന് 75 mm നീളമുള്ള AB എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. ആ ലൈന് VP ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഈ 55 പറയണ എന്താ, ആ ലൈനിന്റെ ഫ്രണ്ട് വ്യൂ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്, 55 ഡിഗ്രിയാണ്. അപ്പൊ ഫ്രണ്ട് വ്യൂ ഉണ്ടാക്കുന്ന ആംഗിൾ 55 എന്ന് പറഞ്ഞാൽ ഇത് ഏത് ആംഗിളാ വരിക, തീറ്റയാണോ, ഫൈ ആണോ, ആൽഫയാണോ, ബീറ്റയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഫ്രണ്ട് വ്യൂ ഉണ്ടാക്കുന്ന ആംഗിൾ എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫ്രണ്ട് വ്യൂ ഉണ്ടാക്കുന്ന ആംഗിൾ ഏതാണ്, ഒബ്വിയസ്ലി ആൽഫയാണ് ഫ്രണ്ട് വ്യൂ ഉണ്ടാക്കുന്ന ആംഗിൾ. അതേസമയം 45 ഡിഗ്രി ഇൻക്ലിനേഷൻ വിത്ത് VP ആയിട്ടുള്ള ഒറിജിനൽ ആംഗിൾ ആണ് 45 ഡിഗ്രി. സോ ദാറ്റ് ആംഗിൾ ഈസ് ഫൈ. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ സെന്റൻസ് വായിക്കുമ്പോൾ അത് തെറ്റിദ്ധരിച്ച് വായിക്കരുത്. കറക്റ്റ് വാല്യൂസ് ഏതൊക്കെയാന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ഗ്രാസ്പ് ചെയ്യണം. Okay, continuing to the question. End A is 10 mm above HP and 15 mm in front of VP. Clear. If line is in first quadrant, draw its projections and find its inclinations with HP. HP ആയിട്ടുള്ള അതിന്റെ ഇൻക്ലിനേഷൻസ് കാണുക. ഇവിടെ കൃത്യമായി ചോദിച്ചിട്ടുള്ളത് നമ്മളോട് തീറ്റ ആംഗിൾ കാണാനാണ്. പക്ഷെ ഈ ചോദ്യത്തിന് മറ്റൊരു അർത്ഥം കൂടെ ഉണ്ട്.
HP ആയിട്ടുള്ള അതിന്റെ ഇൻക്ലിനേഷൻ പറയൂ എന്ന് പറഞ്ഞാൽ തീറ്റയോടൊപ്പം ആൽഫയും കൂടെ നിങ്ങൾ പറയൂ എന്നുള്ള മീനിങ് ആണ് ഈ ചോദ്യത്തിനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം ലൈൻ ഈസ് ഇൻക്ലൈൻ ടു VP ഓൾറെഡി. മാത്രമല്ല HP-ക്കുള്ള ഫ്രണ്ട് വ്യൂവിൽ കാണിക്കുന്ന ആംഗിൾ 50 ഡിഗ്രി ആണെന്നും പറയുന്നുണ്ട്. സോ ഒബിയസ്ലി നമുക്ക് ലൈന് HP-ക്കും VP-ക്കും ഇൻക്ലൈൻഡ് ആണെന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആണല്ലോ. അപ്പൊ 5 വാല്യൂസ് തന്നിക്കൂടെ നോക്കിയേ. 75 mm 45 ഡിഗ്രി, ഫ്രണ്ട് വ്യൂ മേക്സ് 55 ഡിഗ്രി, 10 mm 15 mm. ഡെഫിനറ്റ്ലി 5 വാല്യൂസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് എന്നിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ പ്രശ്നമല്ല, നിങ്ങളുടെ എന്തോ പ്രശ്നമായിരിക്കും. അപ്പൊ പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഒബ്വിയസ്ലി ആദ്യം ചെയ്യണത് എന്താ, XY ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താ, ഒരു പോയിന്റ് മാർക്ക് ചെയ്യാനാണ്. പോയിന്റ് മാർക്ക് ചെയ്യാൻ ഇവിടെ തന്നിട്ടുണ്ട്. A എന്ന് പറയുന്ന പോയിന്റ് HP-ക്ക് 10 mm എബവ് ആണ്, 15 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. ഇപ്പൊ നിങ്ങൾ പോയിന്റ്സ് തറവായിരിക്കും ഡയറക്റ്റ് വരക്കേണ്ടതാണ്. 10 mm എബവ് HP, 15 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്ന് പറയുന്നതോടുകൂടി നമുക്ക് എളുപ്പത്തിൽ കാണിക്കാം. A' മുകളിലും A താഴെയായിരിക്കും. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ, ലൈൻ AB 75 mm ആണ്. ആ 75 mm ട്രൂ ലെങ്ത് ആണ്. ആ ട്രൂ ലെങ്ത് ഉണ്ടാക്കുന്ന ആംഗിൾ VP-യിലാണ് എത്ര, 45 ഡിഗ്രി. അപ്പൊ താഴെ 45 ഡിഗ്രിയിൽ 75 എനിക്ക് വരച്ചൂടെ. 75 mm ലോങ് ലൈൻ മേക്സ് 45 ഡിഗ്രി ഇൻക്ലിനേഷൻ വിത്ത് VP. ശരിയല്ലേ? അപ്പൊ ഞാൻ 45 ഡിഗ്രിയിൽ താഴെ ഞാൻ 75 mm എടുത്ത് ട്രൂ ലെങ്ത് ലൈൻ വരക്കുക. ഇത് വരക്കുന്നതോടുകൂടി എനിക്ക് ബിയുടെ ലോക്കസ് താഴെ കിട്ടും. ക്ലിയർ? ബിയുടെ പോയിന്റ് കിട്ടിയപ്പോൾ ഇതാണ് ട്രൂ ലെങ്ത്, ബിയുടെ ലോക്കസ് താഴെ കിട്ടും. ഇനി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെയാണല്ലോ ഫ്രണ്ട് വ്യൂ വരിക, ഇവിടെ ഒരു ഫ്രണ്ട് വ്യൂ ഉണ്ടാവും. അത് നമുക്ക് എന്തായാലും അറിയാം, ഒരു ഫ്രണ്ട് വ്യൂ ഉണ്ടാവും. ആ ഫ്രണ്ട് വ്യൂയുടെ എൻഡ് പോയിന്റ് ബി എവിടെയാന്ന് എനിക്കറിയില്ല. പക്ഷെ ആകെ എനിക്ക് അറിയാവുന്നത് ഫ്രണ്ട് വ്യൂയുടെ ആംഗിൾ 55 ഡിഗ്രിയാണ്, 55 ഡിഗ്രി. അപ്പൊ ഈ 55 ഡിഗ്രിയിൽ വേണം ഫ്രണ്ട് വ്യൂ ചെരിഞ്ഞു നിൽക്കാൻ. ഫ്രണ്ട് വ്യൂയുടെ നീളം എനിക്കറിയോ, ഫ്രണ്ട് വ്യൂയുടെ നീളം എനിക്കറിയോ. എനിക്ക് ലൈനിന്റെ നീളം മാത്രമേ തന്നിട്ടുള്ളൂ, ഫ്രണ്ട് വ്യൂയുടെ നീളം തന്നിട്ടില്ല. അപ്പൊ ഞാൻ ആകെ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ 55 ഡിഗ്രി ചെരിഞ്ഞിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈന് ഫ്രണ്ട് വ്യൂവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. പക്ഷെ അതിന്റെ ലെങ്ത് തന്നിട്ടുണ്ടോ, ലെങ്ത് എനിക്ക് തന്നിട്ടേ ഇല്ല. അപ്പൊ ഞാൻ എങ്ങനെയാ ലെങ്ത് കാണുക എന്നുള്ളതാണ് ഇതിന്ന് മനസ്സിലാക്കേണ്ടത്. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് എങ്ങനെ എനിക്ക് ഈ ലെങ്ത് കിട്ടുക എന്നുള്ളത്. നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്ക്. അതെന്ന് വെച്ചാൽ നിങ്ങൾ അപ്പോൾ സ്വയം വർക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എങ്ങനെയാ ലെങ്ത് കിട്ടുക നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ താഴെ ട്രൂ ലെങ്ത് ആണെങ്കിൽ, ശ്രദ്ധിച്ച് കേൾക്കണേ, താഴെ ഇത് ട്രൂ ലെങ്ത് ആണെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ വിൽ ബി XY ലൈനിന് പാരലൽ ആയിട്ടുള്ള ഷോർട്ടർ ലെങ്ത് ആയിരിക്കും. ഈ B1 നേരെ XY കൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ കിട്ടില്ലേ, ഇതല്ലേ ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് അല്ലെ? ഈ ലെങ്ത് ആയിരിക്കില്ലേ ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത്, നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലായിരുന്നോ? ട്രൂ ലെങ്ത്തിൽ നിന്ന് നേരെ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ വരുന്നത് ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് ആയിരിക്കും. പക്ഷെ ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് സെയിം ആയിരിക്കും, പൊസിഷൻ മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൊസിഷൻ എനിക്കറിയാം 55 ഡിഗ്രിയിലാണ്. അപ്പൊ ഈ ലെങ്ത് എന്താണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ ലെങ്ത് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ കട്ട് ചെയ്താൽ മതി. നമ്മൾ ഇതിന്റെ ലെങ്ത് നേരെ നമ്മൾ താഴേക്ക് എടുക്കുന്നു. ലെങ്ത് ഓഫ് ഫ്രണ്ട് വ്യൂ ഇവിടെ എടുക്കുന്നതിന് പകരം ഇവിടെ എടുത്താലും ഇതും ലെങ്ത് ഓഫ് ഫ്രണ്ട് വ്യൂ തന്നെയാണ്. അപ്പൊ ഇവിടുന്ന് നമ്മൾ നേരെ ആർക്ക്, ആ 55 ഡിഗ്രി ലൈനിലേക്ക് ഇവിടുന്ന് ഇങ്ങനെ ആർക്ക് വരച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫ്രണ്ട് വ്യൂ ലെങ്ത് കിട്ടും. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ. ഫ്രണ്ട് വ്യൂ ലെങ്ത് പറഞ്ഞാൽ ഞാൻ ഇവിടെ ആദ്യമേ എടുത്ത് വരക്കല്ലേ, ഇത് ഒരു ഇൻഫിനിറ്റ് ലൈൻ ആണ്, അങ്ങനെ പോകും. എനിക്ക് എത്ര നീളം അറിയില്ല. അപ്പൊ ആ നീളം കിട്ടാൻ താഴെ ട്രൂ ലെങ്ത് ഉണ്ട്, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ ലെങ്ത് ഇതാണ്. അപ്പൊ പൊസിഷൻ ചേഞ്ച് ആവും, പക്ഷെ ലെങ്ത് ചേഞ്ച് ചെയ്യില്ല എന്നുള്ള കൺസെപ്റ്റ് പ്രകാരം ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആർക്ക് എടുത്ത് ഇങ്ങോട്ടേക്ക് വരക്കുന്നു. സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് മൈ പോയിന്റ് B'. അപ്പൊ എനിക്ക് ഇവിടെ B' ഫ്രണ്ട് വ്യൂ കിട്ടി. അപ്പൊ ഇനി ടോപ്പ് വ്യൂ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, B' നിന്ന് നേരെ താഴെ കൊണ്ടുവരിക. സോ ഐ വിൽ ഗെറ്റ് ഹിയർ B'. സോ AB ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലൈനിന്റെ ടോപ്പ് വ്യൂവും കിട്ടും. ലൈനിന്റെ ടോപ്പ് വ്യൂവും എനിക്ക് എന്ത് ചെയ്തു, വന്നിട്ടുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചൊരു കാര്യമാണ് ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രൊജക്ഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ വരച്ചിട്ടുണ്ട്. പക്ഷെ അത് മാത്രമാണോ, ചോദ്യത്തിൽ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, ഫൈൻഡ് ഇറ്റ്സ് ഇൻക്ലിനേഷൻസ് വിത്ത് HP. അപ്പൊ ഇവിടെ ആൽഫ ഓൾറെഡി 55 അറിയാം, HP ആയിട്ടുള്ള ശരിക്കുള്ള ഇൻക്ലിനേഷൻ ആണ് ഇവിടെ കാണേണ്ടത്. അതായത് തീറ്റ ഡിഗ്രിയാണ് കാണേണ്ടത്. ഇവിടെ തീറ്റ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രൂ ലെങ്ത് ലൈന് കാണണ്ടേ,
ട്രൂ ലെങ്ത് ലൈൻ കാണണം. ട്രൂ ലെങ്ത് ലൈൻ എത്രയാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളോട്? 75 ആണ് ലൈനിന്റെ ഒറിജിനൽ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ എ ഡാഷ് എന്ന് പറയുന്ന പോയിന്റിൽ കോമ്പസ് ഫിക്സ് ചെയ്യുക, എന്നിട്ട് 75 സ്കെയിൽ എടുത്തിട്ട് കോമ്പസിൽ ആ മെഷർമെന്റ് എടുത്തിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക, ആ പോയിന്റിൽ നിന്ന് എ ഡാഷിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും, എനിക്ക് ട്രൂ ലെങ്ത് ഇവിടെ കിട്ടും. ആ ട്രൂ ലെങ്ത് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ? അപ്പൊ അത് നിങ്ങൾ മെഷർ ചെയ്ത് നോക്കുക എത്രയാണെന്നുള്ളത്. ഇത് ഡ്രോയിങ്സ് ഞാൻ റാൻഡം ആയിട്ട് വരച്ചതാണ്, അതുകൊണ്ട് ആംഗിൾസ് പ്രോപ്പർ ആവണമെന്നില്ല. അപ്പൊ നിങ്ങൾ ഇത് ട്രൂ ലെങ്ത് മെഷർ വരച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ട്രൂ ലെങ്ത് ലൈന് എത്രയാണ് ആംഗിൾ കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ ആ നോട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഞാനും നോട്ട് ബുക്ക് അസൈൻമെന്റ് ആയി സബ്മിറ്റ് ചെയ്യാൻ പറയുന്ന നേരത്ത് നമുക്ക് നോക്കാം ആരുടെയൊക്കെ ആംഗിൾസ് ശരിയാണ് തെറ്റാണ് എന്നുള്ളത്. അപ്പോൾ ഹോപ്പ് ദിസ് പ്രോബ്ലം ഈസ് ക്ലിയർ ഫോർ യു. വളരെ എളുപ്പമുള്ള രണ്ട് പ്രോബ്ലംസ് ആണ്, സിമിലർ ആയിട്ടുള്ള രണ്ട് പ്രോബ്ലംസ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. ഇനി നിങ്ങൾക്ക് രണ്ട് പ്രോബ്ലംസ് ഞാൻ തരാൻ പോവാണ്, നിങ്ങൾ ആ രണ്ട് പ്രോബ്ലംസ് ചെയ്തിട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ആ പ്രോബ്ലംസ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഹിയർ ഈസ് ദ ഫസ്റ്റ് പ്രോബ്ലം. ഈ ക്വസ്റ്റ്യന് നിങ്ങൾ നോട്ടിൽ ചെയ്തിട്ട് എനിക്കത് കാണിച്ചു തരണം. അതിന്റെ ആൻസർ ഡിസ്കഷൻ ഞാൻ ഇപ്പൊ ചെയ്യില്ല, നോട്ടിൽ ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് കാണിച്ചു തരണം. So here is the question. Front view of a line AB. Front view of a line AB is 50 degrees inclined to XY. XY എന്ന് പറഞ്ഞാൽ XY line. ആൻസർ ഉള്ള XY line. And measures 55 mm long. ഒന്നുകൂടെ വായിക്കാം. Front view of a line AB is 50 degree inclined to XY and measures 55 mm long. While its top view is 60 degrees inclined to XY line. അപ്പൊ എന്താ ഇതിൽ പറഞ്ഞിട്ടുള്ളത്? ലൈൻ എ ബി ആണ്. ആ ലൈൻ എ ബിയുടെ ലെങ്ത് നമുക്ക് പറഞ്ഞിട്ടില്ല. നമ്മളോട് പറഞ്ഞത് എന്താ, ഒരു ലൈൻ എ ബി ഉണ്ട്, അതിന്റെ ട്രൂ ലെങ്ത് തന്നിട്ടില്ല. പക്ഷെ നമ്മളോട് പറഞ്ഞത് അതിന്റെ ഫ്രണ്ട് വ്യൂ 50 ഡിഗ്രി ആണ് ചെരിഞ്ഞിട്ടുള്ളതെന്നും, ആ ചെരിഞ്ഞു നിൽക്കുന്ന ഫ്രണ്ട് വ്യൂ 50 ഡിഗ്രി മാത്രമല്ല അതിന്റെ നീളം 55 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല ടോപ്പ് വ്യൂയുടെ ആംഗിൾ തന്നിക്കണ് 60 ഡിഗ്രി. ടോപ്പ് വ്യൂയുടെ ആംഗിൾ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. ഈ 50 ഡിഗ്രി എന്ന് പറയുന്നത് ആൽഫയും ഈ 60 ഡിഗ്രി എന്ന് പറയുന്നത് ബീറ്റയും ആണ്. ക്ലിയർ? ഇൻക്ലൈൻ ടു എക്സ് വൈ ലൈൻ. അപ്പൊ ഈ ടോപ്പ് വ്യൂ 60 ഡിഗ്രി എന്ന് പറയുന്നതോട് കൂടി ടോപ്പ് വ്യൂ ലെങ്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. അത് നിങ്ങൾ വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ചോദ്യം കണ്ടിന്യൂ ചെയ്യാം. ഇഫ് end A is 10 mm above HP and 15 mm in front of VP, draw its projections. അഥവാ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കാണുക, ഫൈൻഡ് ട്രൂ ലെങ്ത് ആൻഡ് ഇൻക്ലിനേഷൻ ഓഫ് ലൈൻ വിത്ത് HP ആൻഡ് VP. അപ്പോൾ നമ്മളോട് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരക്കാൻ പറഞ്ഞു, മുകളിലും താഴെയും ഉള്ള ട്രൂ ലെങ്ത് കാണണം. കാരണം എന്തുകൊണ്ടാണ് മുകളിലും താഴെ എന്ന് പറയാൻ കാരണം HP-ക്കും VP-ക്കുള്ള ഇൻക്ലിനേഷൻ കാണാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ലൈൻ എ ബി ആൻ തന്നിട്ടുണ്ട്, ആ എ ബിയുടെ ഫ്രണ്ട് വ്യൂയുടെ മെഷർമെന്റ് തന്നിക്കണ്, ഫ്രണ്ട് വ്യൂയുടെ ആംഗിൾ തന്നിക്കണ്. അപ്പൊ നമുക്ക് നേരിട്ട് അത് വരച്ചൂടെ? വരക്കാം. ടോപ്പ് വ്യൂയുടെ ആംഗിൾ പിന്നെ തന്നിട്ടുണ്ട്, അപ്പൊ ഫ്രണ്ട് വ്യൂ മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് നേരെ താഴെ കൊണ്ടുവന്ന ടോപ്പ് വ്യൂ കിട്ടും. അപ്പൊ എനിക്ക് ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂ ഇവിടെ തന്നിക്കണ്, അതിൽ നിന്ന് ട്രൂ ലെങ്ത് കാണാനാണ് ചോദിച്ചത്. ഇപ്പൊ ഞാൻ നേരത്തെ ഇന്നത്തെ ക്ലാസ് നമ്മൾ തുടങ്ങിയപ്പോഴേ ഇതിനെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യുന്നത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്യണം, അത് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചെയ്തിട്ട് എന്നെ സബ്മിറ്റ് ചെയ്യാനുള്ളത്. മറ്റേ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ടിൽ തന്നെ ചെയ്യാം. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന രണ്ട് നിങ്ങൾക്ക് ഹോംവർക്ക് പോലുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ടിൽ തന്നെ ചെയ്യാം. അതെനിക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് ആ ഹോംവർക്ക് അയച്ചു തരണം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹോപ്പ് യു ഹാവ് ടേക്കൺ ഇറ്റ് ഡൗൺ, അല്ലെങ്കിൽ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നോക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. So here is a second question for today. നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ. ലൈൻ എ ബി ഈസ് 75 mm long. Line AB is 75 mm long. Its front view and top view measure 50 mm and 60 mm long respectively. And A is 10 mm above HP and 15 mm in front of VP. Draw projections of line AB if end B is in first quadrant. Find angle with HP and VP. അപ്പൊ നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്താ, എ ബിയുടെ ലെങ്ത് 75 mm ആണെന്ന് തന്നിട്ടുണ്ട്, ഫ്രണ്ട് വ്യൂയുടെ മെഷർമെന്റ് 50 എന്നും ടോപ്പ് വ്യൂയുടെ മെഷർമെന്റ് 60 എന്നും തന്നിട്ടുണ്ട്. എന്നിട്ട് എ എന്ന് പറയുന്ന പോയിന്റ് 10 mm എബവ് എച്ച് പിയും 15 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. 5 വാല്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രോബ്ലം നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം, കഴിയണം.
എ ബി ഈ 75 mm ലോങ് എന്ന് പറഞ്ഞാൽ ലൈൻ എ ബിയുടെ ട്രൂ ലെങ്ത് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ഫ്രണ്ട് വ്യൂയുടെ മെഷർമെന്റ് തന്നിട്ടുണ്ട്, ടോപ്പ് വ്യൂയുടെ മെഷർമെന്റ് തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരൊറ്റ ആംഗിളും തന്നിട്ടില്ല. വെറും ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂയുടെ മെഷർമെന്റ്സും ലൈനിന്റെ ട്രൂ ലെങ്ത്തും തന്നിട്ടുള്ളത്. അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ആൻസർ കാണുക എന്നുള്ളതാണ് ഈ ചോദ്യം. അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. ചെയ്തതിന് ശേഷം എനിക്ക് ഇന്ന് 4 മണിന്റെ മുന്നേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്കത് അയച്ചു തന്നിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കൊന്നുമില്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ രണ്ട് പ്രോബ്ലത്തിന്റെയും ആൻസർ നിങ്ങളുടെ നോട്ടിൽ ഉണ്ടെങ്കിൽ മാത്രമാണ്. നോട്ട് ഒരു അസൈൻമെന്റ് ആണെന്ന് പറഞ്ഞിരുന്നു, അത് ഞാൻ അസൈൻമെന്റ് മാർക്കിൽ അത് കൺസിഡർ ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ ക്ലാസ്സിന്റെ അറ്റൻഡൻസ് കിട്ടാൻ ഈ രണ്ട് പ്രോബ്ലവും എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്തിട്ട് അത് കാണിച്ചു തരണം. നിങ്ങൾക്ക് ചെയ്യുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം, ചിലപ്പോൾ പ്രോപ്പർ മെത്തേഡ് ആയിരിക്കില്ല. ഇറ്റ്സ് ഫൈൻ, അതിന് പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ അത് അറ്റംപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയാണ് വരച്ചത് എന്നുള്ളത് എനിക്ക് കാണണം. അപ്പൊ അങ്ങനെ ചെയ്തവർ അവരവരുടെ നോട്ടിൽ എഴുതിയത് എനിക്ക് കാണണം. നിങ്ങൾ ആ നോട്ടിന്റെ പേജ് ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പേജിന്റെ മുകളിലായിട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ ക്ലാസ്സും T1 ആണോ T2 ആണോ നിങ്ങളുടെ പേരും കൂടെ എഴുതിയിട്ട് വേണം എനിക്കത് സെൻഡ് ചെയ്യാൻ. അപ്പോ രണ്ട് പ്രോബ്ലവും നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ ക്വസ്റ്റ്യൻ എത്തുമ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്തിട്ട് ഇടുക. എന്നിട്ട് നിങ്ങൾ ആ പ്രോബ്ലം ചെയ്ത് നോക്കുക. അപ്പൊ രണ്ട് ഇതും കൂടെ ഒറ്റ PDF ആയിട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ ക്ലാസ്സും എഴുതിയിട്ട് ഒന്നെങ്കിൽ എൻ്റെ മെയിലിലേക്കോ അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിലേക്കോ അയക്കുക. ഇറ്റ് ഈസ് ബെറ്റർ യു സെൻഡ് ഇറ്റ് ത്രൂ മെയിൽ. അപ്പൊ അതൊരു ഒരു പ്രൂഫായിട്ട് എനിക്കത് അവിടെ കാണും. അപ്പൊ വാട്സാപ്പിൽ സെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്റർ നിങ്ങൾ മെയിൽ അയക്കുന്നതാണ്. ഞാൻ എൻ്റെ മെയിൽ ID ഈ വീഡിയോയുടെ താഴെ ഇടും. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം മെയിലിൽ അത് പ്രോപ്പറായിട്ട് അയക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ മാത്രം എന്ത് ചെയ്യുക, വാട്സപ്പിൽ അയക്കുക. ഓക്കെ, സോ ഇതോടുകൂടി നമ്മുടെ ക്ലാസ് ഇന്നത്തോടു കൂടി വൈൻഡപ്പ് ചെയ്യാണ്. ഈ സാധനം അസൈൻമെന്റ് ആയിട്ട്, ഐ മീൻ നോട്ടിന്റെ പേജ് നിങ്ങൾ ഹോംവർക്ക് എനിക്ക് അയച്ചു തരുന്നവരുടെ മാത്രമേ അറ്റൻഡൻസ് പരിഗണിക്കുള്ളൂ ഇന്നത്തെ ക്ലാസ്സിന്റെ. അപ്പൊ അത് അറ്റൻഡൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതും കൂടെ സബ്മിറ്റ് ചെയ്യണം. സോ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ലൈവ് ആയിട്ടുള്ള ഇന്ററാക്ഷനും ക്ലാസ്സും ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുക, ഗ്രാഫിക്സ് ക്ലാസ്സും. ഓക്കെ, സോ താങ്ക് യു ഓൾ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. സോ താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദി ക്ലാസ്.